പിടിച്ചേ. തന്ന സാധനം തന്നെ ആണല്ലോ അല്ലേ? അതെന്നാ ചങ്കിക്കൊള്ളുന്ന വർത്താന പ്രകാശിയ പറഞ്ഞത്. നിങ്ങളൊരു ആവശ്യത്തിന് എനിക്ക് അത് പണം വെക്കാൻ വേണ്ടി തന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പോക്കരുത്തരം കാണിക്കൂ? ഓർമ്മ ഉണ്ടായിരുന്നാ മതി. ആ ഓർമ്മ ഉണ്ടോ എനിക്ക്? ഇത് പുഷ്പ അറിയാതെ അലമാരിയിൽ നിന്ന് എടുത്തതാണ്. എങ്ങനെ തിരിച്ചു വെക്കുമെന്നാണ് ഞാൻ അറിയാത്തത്. കൈ കൊണ്ടങ്ങ് നോക്കണം. ആക്കല്ലേ, നിനക്കൊരു അത്യാവശ്യം വന്ന് നിന്റെ അമ്മാവൻ അവിടെ വെള്ളം അടിച്ച് കുഴി വീണ് കിടന്നപ്പോഴേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ സഹായിക്കാൻ. അതെ, എന്നിട്ട് നീ തന്നെ എന്നെ കളിയാക്കണം. വീട്ടേ നിങ്ങൾ ഈ സാധനം അങ്ങോട്ട് അലമാരിയിൽ നാച്ചുറൽ ആയിട്ടും കൊണ്ട് വെച്ചാൽ മതി. എടുക്കുന്ന സമയത്ത് ഭയങ്കര ധൈര്യമായിരുന്നല്ലയാ. ഇപ്പൊ തിരിച്ചു വെക്കുന്ന കാര്യത്തെ കുറിച്ച് ഓർത്തില്ലേ, കയ്യും കാലും ഒക്കെ വിറക്കുക. വിറയണ്ട? ആ, എന്നാ ബീവറായി പോയി ഒരു സാധനം എടുക്കാം, 2 അടിച്ചാൽ വിറ മാറും. അതിന് ഞാൻ തന്നെ പൈസ തരണ്ടേ? പിന്നെ ആര് തരും? ഇരിക്കുമ്പോ ഞാൻ പൈസ മുടക്കാൻ പറ്റുമോ? വേണ്ട, നീ മുടക്കണ്ട. കയ്യിൽ മുടക്കി അങ്ങോട്ട് വെച്ചോണ്ടിരുന്നാ മതി. ബാക്കിയുള്ളവർ ഉത്തരവാദിത്തമാണല്ലോ ഇതെല്ലാം ചെയ്തു തരണമെന്നുള്ളത്. വിളിച്ചേ? ആര് വിളിച്ചു? അച്ഛമ്മ പറഞ്ഞല്ലോ അച്ഛനെ വിളിച്ചെന്ന്. ഓ, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്നാ ഞാൻ വന്ന സ്ഥിതിക്ക് നമുക്ക് 3 പേരും കൂടി സംസാരിച്ചൊക്കെ ഇരിക്കാം. അതല്ല ഐഡിയ. ഈ 3 പേരോട് സംസാരിക്കാൻ പറ്റുന്ന എന്ത് ടോപ്പിക്കാ ഉള്ളത്? നമുക്ക് നല്ല അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തൂടെ? അയ്യോ, പറ്റിയ ആളാണ് വേണുമാമൻ. അല്ല, മക്കള് വേണുമാമനുമായിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാനേ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. അന്താരാഷ്ട്ര അങ്കിളെ, ഈ ഇന്ധന വില കൂടുന്നതിനെ പറ്റിയിട്ട് എന്താണ് അങ്കിളുടെ അഭിപ്രായം? എനിക്കെന്താ അഭിപ്രായം? അതൊക്കെ വലിയ വലിയ ടീമുകളുടെ പരിപാടിയല്ല. അതിന് നമുക്കൊരു അഭിപ്രായം ഇല്ല പറയാനായിട്ട്. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള വേണുങ്ങളിനെ പോലത്തെ യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശാപം. ഞാനാ രാജ്യത്തിന്റെ ശാപം? ഇതല്ലാണ്ട് ഇങ്ങോട്ട് നോക്കേ, ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നോണ്ടാണ് പെട്രോളിന്റെ വില കൂടുന്നത്. അതിനെ പറ്റി വല്ല അറിയോ? ക്രൂഡ് ഓയിലിന്റെ അതാണ്. അറിയോ? ഇല്ല. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. വന്നേ, നമുക്ക് 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 ചുമ്മാ പോക്കെ. എനിക്ക് അന്താരാഷ്ട്രവും ക്രൂഡ് ഓയിലൊന്നും എനിക്ക് പിടിക്കത്തില്ല. പോയെ ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും പഠിക്കണ്ട. അങ്ങനെ പറയാതെ. ഇത് വലിയ ശല്യമാണല്ലോ അത്. ഓക്കെ, എനിക്ക് അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് പഠിക്കണ്ട. ക്രൂഡ് ഓയിലും ഇതൊന്നും എനിക്കറിയത്തില്ല. അയ്യോ, പോവല്ലേ. കൊച്ചൊന്ന് പോയ അവിടെ നിന്ന് കുറെ നേരം അന്താരാഷ്ട്രവും ക്രൂഡ് ഓയിലും രാജാവൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എടി പുഷ്പേ, നിന്റെ മോൻ കാരണേ പെൺപിള്ളേർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ മേലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. നിന്റെ വായന്ന് തുറന്നടി. ഔ, ഇങ്ങനെ തുറക്കാനല്ല പറഞ്ഞത്. നിന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയാനാ പറഞ്ഞത്. അമ്മ, ഒന്നാമത് എനിക്ക് ഭയങ്കര തലവേദനയായിട്ടുള്ളത്. നിനക്ക് ഇതുപോലുള്ള മക്കളുണ്ടായ നിനക്ക് തലവേദന മാത്രമല്ല പല വേദന ഉണ്ടാവും. എടി എടി പറ, ചോദിക്കാൻ ഉത്തരം താടി വേണ്ട. കണ്ടവള് മൈലിയാതെ ഓരോ പണിയെടുക്കുന്നത്. നിനക്കൊന്നും പറയാനില്ലേടി? അതാ അമ്മയുടെ മോനതാ അവിടെ, അങ്ങോട്ട് പറ. എടാ മോനെ, ഇങ്ങോട്ട് വന്നേ. നീയും കേൾക്കാനുള്ള ഒരു കാര്യമാണ്. വാ വാ വാ, എളുപ്പം വാ. നിന്റെ മോനെ ഒന്ന് നീ ഉപദേശിക്കണം. ഞാനെന്തിനാ മോനെ ഉപദേശിക്കുന്നത്? എടാ, അവൻ കാരണം നാട്ടിലെ പെമ്പിള്ളാർക്കൊന്നും വഴിയെ ഇറങ്ങി നടക്കാൻ മേലെന്നാ എല്ലാരും നാട്ടുകാരൊക്കെ വിളിച്ചു പറയുന്നത്. അവന്റെ പ്രായം അമ്മയ്ക്ക് ആലോചിച്ച് അറിഞ്ഞൂടെ? അവന്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ എന്തോ അടിപൊളിയായിരുന്നു. നമുക്ക് ഓർമ്മയില്ലേ? അങ്ങനല്ല, എന്റെ കൂട്ടുകാര് വലിയ കുഴപ്പമായിരുന്നു. അതാ പറഞ്ഞത് അല്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളതല്ലേ മോൻ, പിന്നെ അങ്ങനെയേ വരുള്ളൂ. എടി, അങ്ങനൊന്നും നീ പറയണ്ട. എന്റെ മക്കളെ ഞാൻ നന്നായിട്ട് തന്നെ വളർത്തിയത്. എടാ, നീ ആ മോനെ ഒന്നും ഉപദേശിക്കണം കേട്ടോ. അമ്മേ, ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മ നല്ല 2 മക്കളെ വളർത്തിയെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ മക്കൾ 2 നല്ല സൽസ്വഭാവികളായിരുന്നു. ഞാൻ തലതെറിച്ച 4 എണ്ണത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചാൽ കിട്ടുകയല്ല. പിന്നെ തള്ളയുടെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അച്ഛമ്മയും അമ്മയും കൂടെ ഉപദേശിക്കോ, നന്നാക്കോ, എന്താന്ന് വെച്ചോ. എന്നെ ഈ പണിയിൽ നിന്ന് വിട്ടേക്ക്. ടാറ്റ, ബൈ ബൈ. എടി പുഷ്പേ, അമ്മ, എനിക്ക് എന്റെ മോനെ നല്ല വിശ്വാസാ. ഇനി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പൊറുക്കൂല കേട്ടാ. ഒരു ദൈവം പൊറുക്കണ്ട. തലതെറിച്ച മക്കളുണ്ടായാൽ ദൈവം പൊറുക്കുന്നു.